തമിഴക വെട്രിക്കഴകത്തിന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം മധുരയിൽ പുരോഗമിക്കുകയാണ്. വിജയ് സംസാരിക്കുകയാണ്. അതിരൂക്ഷ വിമർശനം DMK-ക്കും BJP-ക്കുമെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, സ്റ്റാലിന്റെയും മോദിയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം. വിജയ് സംസാരിക്കുന്നത് തുടരുന്നു. അതിലേക്ക് വീണ്ടും விதை நல்ல கொடுத்து இதை நல்லா வளர்த்து கொண்டு வாங்க, ஒரு 3 மாதம் கழிச்சு வாங்கன்னு சொல்லி அனுப்பி வச்சிடுறாரு. 3 மாதம் கழிச்சு வரும்போது அதில் ஒருத்தர் ஆளு உயரத்துக்கு வளர்த்துருந்தாரு, ஒருத்தர் தோல் உயரத்துக்கு வளர்த்துருந்தாரு. அதில் ஒரு 9 பேரும் நல்லா வளர்த்து கொண்டு வந்திருந்தாங்க. ஒருத்தர் மட்டும் வெறும் தொட்டியோடவே வந்தார். என்னன்னு கேட்டதுக்கு, நானும் தண்ணி ஊற்றி ஊற்றி பார்க்குறேன், உரம் வச்சு வச்சு பார்க்குறேன், வளரவே மாட்டேங்குது ராஜா, என்ன பண்ணுறதுன்னு தெரியலன்னு சொன்னதுக்கு ராஜா அவரை கட்டி அணைச்சிக்கிட்டு, இனிமேல் நீதான் என்னுடைய தளபதி, எல்லா அதிகாரமும் உனக்கு தான் சொன்னார். ஏன்னா அந்த 10 பேர் கையிலையும் ராஜா கொடுத்தது அவித்த விதை நெல், அது முளைக்கவே முளைக்காது. அந்த 9 திருட்டு பயலும் என்ன பண்ணியிருக்காங்கன்னா, வேற விதை நெல்லை வாங்கி அதை வளர்த்துட்டு ராஜாவையும் மக்களையும் ஏமாத்திருக்கிறாங்க. ஆனால் இவர் மட்டும் உண்மையை போட்டு உடைச்சிட்டார். அதனால ஒரு நாட்டுக்கு திறமை எந்த அளவுக்கு முக்கியமோ அந்த அளவுக்கு உண்மையும் நேர்மையும் முக்கியம். இப்போ நீங்க எல்லாரும் தான் அந்த ராஜா. நீங்க தேர்ந்தெடுக்க போற அந்த தளபதி சும்மா சினிமாக்காரன் சினிமாக்காரன் சினிமாக்காரன். அம்பேத்கர் அவர்களை தோக்கடிச்சது சினிமாக்காரன் இல்லை, அரசியல்வாதி. காமராஜர் அவர்களை தோக்கடிச்சது, இங்க விருதுநகர் பகுதியில் தோக்கடிச்சது சினிமாக்காரன் இல்லை, இன்னொரு அரசியல்வாதி. இன்னைக்கும் நம்ம கூட வாழ்ந்துட்டு இருக்கிற நல்ல கண்ணு ஐயாவை தோக்கடிச்சது சினிமாக்காரன் இல்லை, அரசியல்வாதி. இப்படிப்பட்ட நல்ல நல்ல தலைவர்களை எதிர்த்து நின்று தோக்கடிக்கணும்னு அந்த எண்ணத்தை உருவாக்குனது சினிமாக்காரன் இல்லை, அரசியல்வாதி. அதனால எல்லா அரசியல்வாதியும் அறிவாளியும் கிடையாது, எல்லா சினிமாக்காரனும் முட்டாளும் கிடையாது. கான்பிடண்டா இருங்க, நல்லதே நடக்கும், வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை நன்றி, வணக்கம். തമിഴക വെട്രിക്കഴകത്തിന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം മധുരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജയ്. 2 ശത്രുക്കളാണ്, BJP-യും DMK-യുമാണ് തൻ്റെ 2 ശത്രുക്കൾ എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ DMK അതിരൂക്ഷ വിമർശനം, നാട്ടിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്ന് പറയുന്നു. സ്റ്റാലിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമായിരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. 2 പാർട്ടികൾ തമ്മിലുള്ള മത്സരമാകും 2026 നടക്കാൻ പോകുന്നത്. അത് DMK-യും TVK-യും തമ്മിലുള്ള മത്സരമാകും എന്ന് അദ്ദേഹം പറയുകയാണ്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മധുരയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, അതിരൂക്ഷ വിമർശനമാണ് DMK-യും TVK-ക്കും എതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം? അനുജ, TVK പ്രവർത്തകരെ ഒന്നാകെ ആവേശത്തിലാക്കുന്ന പ്രസംഗമാണ് വിജയിൽ നിന്നും ഉണ്ടായത്. കഴിഞ്ഞ 2-3 പരിപാടികളിലായി വിജയുടെ പ്രസംഗം അതിന്റെ സമയം കുറവാണ് എന്ന് പരാതി പറഞ്ഞവർക്ക് അതൊക്കെയും തീർക്കുന്ന തരത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രസംഗം വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം സഖ്യങ്ങളെ പറ്റി സംസാരിച്ചു. ഒപ്പം തന്നെ പാർട്ടിയുടെ നിലപാടുകളെ പറ്റി പറഞ്ഞു. DMK-യും AIADMK-യും BJP-യും ഒക്കെ വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം, ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ തന്നെയാണ് തന്റെ താല്പര്യം എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ആ ഒറ്റയ്ക്ക് തന്നെയാണ് തങ്ങൾ പോരാടുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയത്. ആ കാട്ടിൽ ഒരൊറ്റ സിംഹം മാത്രമേ ഉള്ളൂ, പക്ഷേ സിംഹമാണ് കാട്ടിലെ രാജാവ്. അതുപോലെ തന്നെ TVK തമിഴ്നാട്ടിൽ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട്, ഇത് വെറുമൊരു കഥ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമല്ല, തങ്ങളുടെ രാഷ്ട്രീയ നയവും ഇത് തന്നെയാണ് എന്ന് വിജയ് പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെ DMK-യെയും BJP-യെയും കടന്നാക്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ് വിജയ് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കാനാണോ, അവരെ ചതിക്കാനാണോ മോദി ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഊന്നിയാണ് വിജയുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അതിലെ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും തുറന്നുകാട്ടി. ഒപ്പം തന്നെ നീറ്റ് വിഷയത്തിനെ സംബന്ധിച്ചുള്ള വിമർശനം ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിനെ വിമർശിച്ചു. പിന്നീട് DMK-ക്കുള്ള വിമർശനം, അത് എപ്പോഴും വിജയ് തുടരുന്നതാണ്. ഇപ്പോഴും BJP-യുടെ B ടീമാണ് DMK എന്ന തരത്തിലുള്ള വിമർശനം.
BJP-യുമായി രഹസ്യധാരണ DMK-ക്ക് ഉണ്ട്. ഈ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. മറ്റൊരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം MGR-നെ പുകഴ്ത്തിക്കൊണ്ടാണ് മധുരയുടെ മണ്ണിൽ വിജയ് സംസാരിച്ചത്. വിജയകാന്തിനെയും അദ്ദേഹം പുകഴ്ത്തിയിരുന്നു. ഇതിൽ ഏറ്റവും ഒരു രാഷ്ട്രീയമായി നോക്കേണ്ടത് AIADMK-യിലെ പലരും BJP-യുമായിട്ടുള്ള ആ ഒരു സഖ്യത്തിന് എതിരാണ്, അല്ലെങ്കിൽ അവർക്കുള്ളിൽ അമർഷമുണ്ട്. മഹാസമ്മേളനത്തിനാണ് മധുര സാക്ഷ്യം വഹിക്കുന്നത്. നയപ്രഖ്യാപനം കൂടി നടത്തുകയായിരുന്നു വിജയ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.